ആലപ്പോ നഗരം പിടിച്ചെടുത്ത് ആക്രമണവുമായി കലാപകാരികളായ തീവ്രവാദികൾ സജീവമായതോടെ സിറിയയിൽ നിന്ന് ജനങ്ങൾ പലായനം ചെയ്തു. സിറിയയിലെ അപ്പസ്തോലിക് ന്യൂഷോയാണ് ഇതേക്കുറിച്ച് വെളിപ്പെടുത്തിയത്. ദൗർഭാഗ്യവശാൽ ഏകദേശം 3 വർഷമായി വാർത്തകളിൽ നിന്ന് സിറിയ അപ്രത്യക്ഷമായിരുന്നു. ഇപ്പോഴത്തെ ദാരുണമായ സംഭവങ്ങളിലൂടെ സിറിയ വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണെന്ന് സിറിയയിലെ അപ്പസ്തോലിക് ന്യൂഷോ കർദിനാൾ മാരിയോ സെനാരി പറഞ്ഞു. ഭയമേറെയാണ്. സർക്കാർ ഓഫീസുകൾ അപ്രത്യക്ഷമായി, സൈന്യത്തെ കാണാനില്ല, സാധാരണക്കാരെ ദ്രോഹിക്കില്ലെന്ന് വാഗ്ദാനം ചെയ്ത് സായുധ സംഘങ്ങൾ അലഞ്ഞുതിരിയുന്നു. ഇതുവരെ അവർ വാഗ്ദാനം പാലിച്ചതായി തോന്നുന്നു. പക്ഷേ ആളുകൾ ഭയന്ന് വീടുകൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം മുമ്പ് ഏതാനും പേർ സിറിയയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് തിടുക്കത്തിൽ യാത്രയായി. വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് കാണാം. യുദ്ധഭൂമിയായ സിറിയയിൽ നിന്ന് ഓടിപ്പോവുക മാത്രമാണ് ജനങ്ങളുടെ ലക്ഷ്യമെന്നും കർദിനാൾ പറയുന്നു. എല്ലാം വളരെ അനിശ്ചിതത്വത്തിൽ തുടരുന്നു. ഉത്കണ്ഠ, ഭയം, അരക്ഷിതാവസ്ഥ എന്നിവ നിലനിൽക്കുന്നു. വൈദികരും സന്യസ്തരും തങ്ങളുടെ ജനത്തോടൊപ്പം താമസിക്കുന്നത് പോലെ തങ്ങളും ആലപ്പോയിൽ തന്നെ തുടരുമെന്ന് ബിഷപ്പുമാർ വിശ്വാസികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത് വളരെ അനിശ്ചിതത്വവും ബുദ്ധിമുട്ടേറിയതുമായ സമയമാണ്. ജനങ്ങളുടെ ഒരേ ഒരു ആഗ്രഹം രക്ഷപ്പെടുക എന്നതാണ്. ആലപ്പോയിലെ ഈ ഏറ്റവും പുതിയ സംഭവങ്ങളോടെ കുടിയേറാനുള്ള ഈ ആഗ്രഹം വളർന്നുവെന്നും അപ്പസ്തോലിക് ന്യൂഷോ വെളിപ്പെടുത്തി. ഇസ്ലാമിസ്റ്റ് സേനകൾ നഗരം പിടിച്ചടക്കിയതിനെ തുടർന്ന് ആലപ്പോയിലെ സിറിയൻ ക്രൈസ്തവർ ഗുരുതരമായ അപകടത്തെ അഭിമുഖീകരിക്കുന്നതായി വിവിധ സംഘടനകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആലപ്പോയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇപ്പോൾ ഹയാത്ത്, തഹ്രീർ, അൽഷാം ഉൾപ്പെടെയുള്ള വിമത ഇസ്ലാമിക തീവ്രവാദികളുടെ നിയന്ത്രണത്തിലാണ്.